കമ്മ്യൂണിറ്റി മെഡിസിനിലെ എപ്പിഡമോളജി എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ എപ്പിഡമോളജി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ പോപ്പുലേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പല ഡിസീസ് കണ്ടീഷൻസിനെ കുറിച്ചും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും, അതായത് അത് ഏതൊക്കെ രീതിയിലാണ് സ്പ്രെഡ് ആവുന്നത്, എവിടെയൊക്കെയാണ് സ്പ്രെഡ് ആവുന്നത്, പിന്നെ അതിൻ്റെ കോസേറ്റീവ് ഓർഗാനിസംസ് എന്തൊക്കെയാണ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ളൊരു സ്റ്റഡിയാണ് എപ്പിഡമോളജി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ കിട്ടിയ ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ആ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു കൺസൈസ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ് എപ്പിഡമോളജി എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ്, മെയിൻലി 2 ടൈപ്സ് ഓഫ് എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ് ആണുള്ളത്. ഒബ്സർവേഷണൽ സ്റ്റഡീസ് ആൻഡ് എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ്. ഒബ്സർവേഷണൽ സ്റ്റഡീസ് നമുക്ക് ആ പേരിൽ തന്നെ മനസ്സിലാവും, നമ്മൾ കണ്ടു മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, അതാണ് ഒബ്സർവേഷണൽ സ്റ്റഡീസ്. എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പരീക്ഷണം പോലെ ചെയ്യുന്നതാണ്, ഒരു എക്സ്പെരിമെൻ്റ് പോലെ. നമ്മൾ ഒബ്സർവേഷണൽ സ്റ്റഡീസിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്ത ആ ഡേറ്റ കറക്റ്റ് ആണോ എന്ന് ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്നും കൂടെ നമ്മൾ എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്ത് നോക്കുന്നു. അതാണ് എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഇനി ഒബ്സർവേഷണൽ സ്റ്റഡീസിനെ കുറിച്ചുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ടും അതിനെ 2 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ആൻഡ് അനലിറ്റിക്കൽ സ്റ്റഡി. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത് ഹൈപ്പോത്തസിസ് ഫോമുലേഷൻ ആണ്. അനലിറ്റിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ്. അതായത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഹൈപ്പോത്തസിസ് അവിടെ അസ്യൂം ചെയ്യുന്നു, അതായത് ഇന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ അവിടെ അസ്യൂം ചെയ്യുന്നു, അത് ട്രൂ ആയിരിക്കും എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ആ അസ്യൂം ചെയ്ത കാര്യത്തിനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് അനലിറ്റിക്കൽ സ്റ്റഡിയിൽ വരുന്നത്. ഇനി അനലിറ്റിക്കൽ സ്റ്റഡീനെ നമ്മൾ എഗെയിൻ 4 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് കൊഹേർട്ട് സ്റ്റഡി, കേസ് കൺട്രോൾ സ്റ്റഡി, ക്രോസ് സെക്ഷണൽ സ്റ്റഡി ആൻഡ് എക്കോളജിക്കൽ സ്റ്റഡി. അപ്പോൾ ഫസ്റ്റ് വൺ കൊഹേർട്ട് സ്റ്റഡി. കൊഹേർട്ട് സ്റ്റഡിയിൽ നമ്മൾ ഏത് യൂണിറ്റാണ് നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, അതായത് നമ്മുടെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലറായിട്ട് ഒരു യൂണിറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. അതിൽ ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ യൂണിറ്റ് ഓഫ് സ്റ്റഡി ആയിട്ട് കൊഹേർട്ട് സ്റ്റഡിയിൽ എടുക്കുന്നത്. അതേപോലെ തന്നെ കേസ് കൺട്രോൾ സ്റ്റഡിയിലും ക്രോസ് സെക്ഷണൽ സ്റ്റഡിയിലും എല്ലാം ഇൻഡിവിജ്വലാണ് അവിടുത്തെ യൂണിറ്റ് ഓഫ് സ്റ്റഡി. പക്ഷേ എക്കോളജിക്കൽ സ്റ്റഡിയിൽ ഒരു വ്യത്യാസമുണ്ട്, അവിടെ പോപ്പുലേഷനെയാണ് നമ്മൾ യൂണിറ്റ് ഓഫ് സ്റ്റഡി ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഓരോന്നിനെയും പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോസിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇത് ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒബ്സർവേഷണൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ മെയിൻലി 2 ടൈപ്സ് ആണ്: ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ് ആൻഡ് അനലിറ്റിക്കൽ സ്റ്റഡി. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തസിസ് ഫോമുലേഷനും അനലിറ്റിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങും ആണ്. അനലിറ്റിക്കലിനെ തന്നെ 4 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: കൊഹേർട്ട് സ്റ്റഡി, കേസ് കൺട്രോൾ സ്റ്റഡി ആൻഡ് ക്രോസ് സെക്ഷണൽ സ്റ്റഡി. അതിൽ 3 എണ്ണത്തിൽ, അതായത് കൊഹേർട്ട്, കേസ് കൺട്രോൾ ആൻഡ് ക്രോസ് സെക്ഷണലിൽ ഇൻഡിവിജ്വൽ ആണ് യൂണിറ്റ് ഓഫ് സ്റ്റഡി. പക്ഷേ എക്കോളജിക്കൽ സ്റ്റഡിയിൽ പോപ്പുലേഷനാണ് യൂണിറ്റ് ഓഫ് സ്റ്റഡി. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയാണ്, അതായത് ഹൈപ്പോത്തസിസ് കൺഫർമേഷൻ. അതായത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു ഹൈപ്പോത്തസിസ് ഫോമുലേഷൻ ഉണ്ട്, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിൽ കൂടെ നമ്മൾ കിട്ടിയ ആ ഒരു ഇൻഫോർമേഷൻ ഒന്നും കൂടെ കൺഫേം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു, അതാണ് എക്സ്പെരിമെൻ്റൽ സ്റ്റഡി എന്ന് പറയുന്നത്. അതിൽ തന്നെ 4 ടൈപ്സ് ഉണ്ട്: റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽ, ഫീൽഡ് ട്രയൽ, കമ്മ്യൂണിറ്റി ട്രയൽ ആൻഡ് ക്ലിനിക്കൽ ട്രയൽ. ഇതിൻ്റെ ഓരോന്നിൻ്റെയും യൂണിറ്റ് ഓഫ് സ്റ്റഡി നമുക്ക് പഠിക്കാനുണ്ട്. റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയലിൻ്റെ അകത്ത് പേഷ്യൻസ് ആണ് യൂണിറ്റ് ഓഫ് സ്റ്റഡി. ഫീൽഡ് ട്രയലിൽ ഹെൽത്തി പീപ്പിൾ, കമ്മ്യൂണിറ്റി ട്രയലിൽ കമ്മ്യൂണിറ്റി ആൻഡ് ക്ലിനിക്കൽ ട്രയലിൽ പേഷ്യൻസ് ആണ് യൂണിറ്റ് ഓഫ് സ്റ്റഡി. ആദ്യം തന്നെ റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയലിനെ പറ്റി ഒരു സമ്മറി പറയാം. അതായത് ഈ ഒരു RCT അഥവാ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ എന്ന മെത്തേഡിൽ 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമ്മൾ എടുക്കുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ റെഫറൻസ് ഗ്രൂപ്പും. എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിലാണ് നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നതാണ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്. എക്സാമ്പിൾ, നമ്മളൊരു ഡ്രഗ് ട്രയൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഡ്രഗ് നമ്മൾ കൊടുക്കുന്നത് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനാണ്. ഇനി റെഫറൻസ് ഗ്രൂപ്പിന് നമ്മൾ കൺവെൻഷനലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് ആയിരിക്കും കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ റിസൾട്ട്സിനെ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുന്നു. അതാണ് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇനി ഫീൽഡ് ട്രയൽ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ നമുക്ക് വാക്സിനേഷൻ പറയാം. അതായത് ക്ലിനിക്കൽ സെറ്റിങ്സിൻ്റെ ഔട്ട്സൈഡ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഫീൽഡ് ട്രയൽ എന്ന് പറയുന്നത്. ഹെൽത്തി പീപ്പിളിൽ ചെയ്യുന്നതാണ്.
ഇനി കമ്മ്യൂണിറ്റി ട്രയൽ എന്ന് പറഞ്ഞാൽ ഫീൽഡ് ട്രയലിൻ്റെ കുറച്ചും കൂടെ എക്സ്പാൻഡഡ് വേർഷനാണ് കമ്മ്യൂണിറ്റി ട്രയൽ എന്ന് പറയുന്നത്. അത് നമ്മൾ കമ്മ്യൂണിറ്റിയിലാണ് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുന്നത്. പിന്നെ ക്ലിനിക്കൽ ട്രയൽ, അത് നമുക്കറിയാം പേഷ്യൻസിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് എക്സ്പെരിമെൻ്റൽ സ്റ്റഡി അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് കൺഫർമേഷൻ സ്റ്റഡി. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഓരോ ടൈപ്പ് ഓഫ് സ്റ്റഡിക്കും സിനോണിംസ് ഉണ്ട്. ആ സിനോണിംസിനെ പറ്റി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടലാണ് ഈ ഒരു സെക്ഷനിൽ. അപ്പോൾ കൊഹേർട്ട് സ്റ്റഡിയെ പറ്റിയുള്ള സിനോണിംസ് നോക്കാം. പ്രോസ്പെക്റ്റീവ് സ്റ്റഡി, ഫോർവേഡ് ലുക്കിംഗ് സ്റ്റഡി, കോസ് ടു എഫക്റ്റ് സ്റ്റഡി, റിസ്ക് ഫാക്ടർ ടു ഡിസീസ് സ്റ്റഡി, എക്സ്പോഷർ ടു ഔട്ട്കം സ്റ്റഡി, ഫോളോ അപ്പ് സ്റ്റഡി, ഇൻസിഡൻറ്റ് സ്റ്റഡി എന്നിങ്ങനെ പല പേരുകളിൽ കൊഹേർട്ട് സ്റ്റഡി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും കൊഹേർട്ട് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കോസിൽ നിന്നായിരിക്കും. കോസിൽ നിന്ന് ഇഫക്റ്റിലേക്കുള്ള സ്റ്റഡി, അതിനെയാണ് കൊഹേർട്ട് സ്റ്റഡി എന്ന് പറയുന്നത്. അതിനെ പല രീതിയിലും നമുക്ക് ഡിഫൈൻ ചെയ്യാം. റിസ്ക് ഫാക്ടർ ടു ഡിസീസ് സ്റ്റഡി, അല്ലെങ്കിൽ എക്സ്പോഷർ ടു ഔട്ട്കം സ്റ്റഡി, അല്ലെങ്കിൽ ഫോളോ അപ്പ് സ്റ്റഡി എന്നിങ്ങനെ പല പേരുകളിൽ പറയാൻ പറ്റും. അപ്പോൾ ഫോർവേഡ് ലുക്കിംഗ് അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ടൈപ്പ് ഓഫ് സ്റ്റഡിയാണ് കൊഹേർട്ട് സ്റ്റഡി എന്ന് പറയുന്നത്. ഇതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് കൊഹേർട്ട് സ്റ്റഡിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇൻസിഡൻറ്റ് സ്റ്റഡി. ഇനി എന്താണ് ഇൻസിഡൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോപ്പുലേഷനിലുള്ള നമ്പർ ഓഫ് ന്യൂ കേസസ്, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസിഡൻസ്. അത് നമ്മൾ വേറെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റ് ഓർക്കണം. കൊഹേർട്ട് സ്റ്റഡിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇൻസിഡൻറ്റ് സ്റ്റഡി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സിനോണിംസ് ഓഫ് കേസ് കൺട്രോൾ സ്റ്റഡി. അപ്പോൾ ഇത് ഓർക്കുക, ഈ കൊഹേർട്ട് സ്റ്റഡി, കേസ് കൺട്രോൾ സ്റ്റഡി എന്നൊക്കെ പറയുന്നത് അനലിറ്റിക്കൽ സ്റ്റഡിയുടെ താഴെ വരുന്ന സബ് ഡിവിഷൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ മറ്റ് പേരുകളാണ് റിട്രോസ്പെക്റ്റീവ് സ്റ്റഡി, ബാക്ക്വേർഡ് ലുക്കിംഗ് സ്റ്റഡി, എഫക്റ്റ് ടു കോസ് സ്റ്റഡി, ഡിസീസ് ടു റിസ്ക് ഫാക്ടർ സ്റ്റഡി, ഔട്ട്കം ടു എക്സ്പോഷർ സ്റ്റഡി, അല്ലെങ്കിൽ ട്രോഹോക്ക് സ്റ്റഡി എന്നിങ്ങനെ പല പേരുകളിലാണ് കേസ് കൺട്രോൾ സ്റ്റഡി അറിയപ്പെടുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച കൊഹേർട്ട് സ്റ്റഡിയുടെ നേരെ ഓപ്പോസിറ്റ്. അതായത് കൊഹേർട്ട് സ്റ്റഡി എന്ന് പറഞ്ഞാൽ കോസിൽ നിന്ന് എഫക്റ്റിലേക്കാണെങ്കിൽ, കേസ് കൺട്രോൾ സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇഫക്റ്റിൽ നിന്ന് കോസിലേക്കാണ്. അതായത് എക്സ്പോഷർ നടന്നു, ഔട്ട്കം ഉണ്ടായി, ആ ഔട്ട്കത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് സ്റ്റഡി ചെയ്ത് ആ കോസ് വരെ എത്തുന്നു. അതാണ് കേസ് കൺട്രോൾ സ്റ്റഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ സ്റ്റഡിയെക്കുറിച്ചുള്ള സിനോണിംസ് ആണ്. അതിൻ്റെ മറ്റു പേരുകളാണ് പ്രിവലൻസ് സ്റ്റഡി, അല്ലെങ്കിൽ സ്നാപ്ഷോട്ട് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡി എന്നിങ്ങനെയൊക്കെ പറയുന്നത് ക്രോസ് സെക്ഷണൽ സ്റ്റഡിയെയാണ്. അപ്പോൾ എന്താണ് പ്രിവലൻസ് എന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ഓൾഡ് പ്ലസ് ന്യൂ കേസസ്, അതിനെയാണ് പ്രിവലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രോസ് സെക്ഷണൽ സ്റ്റഡിയുടെ മറ്റു പേരുകളാണ് പ്രിവലൻസ് സ്റ്റഡി ഓർ സ്നാപ്ഷോട്ട് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്കോളജിക്കൽ സ്റ്റഡിയുടെ സിനോണിംസ്. എക്കോളജിക്കൽ സ്റ്റഡി ഈസ് ഓൾസോ കോൾഡ് as കോറിലേഷണൽ സ്റ്റഡി. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ടൂൾസ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് എപ്പിഡമോളജി. അപ്പോൾ എപ്പിഡമോളജിയെക്കുറിച്ചുള്ള പല മെഷർമെൻറ്റുകളും നമുക്ക് എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പല ടൂൾസാണ് നോക്കുന്നത്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ, സെക്സ് റേഷ്യോ, ഇൻസിഡൻസ്, പ്രിവലൻസ്, കേസ് ഫേറ്റാലിറ്റി റേറ്റ്, റിലേറ്റീവ് റിസ്ക്. അപ്പോൾ നമുക്ക് ഈ ഓരോ പാരാമീറ്റേഴ്സ് നോക്കാനുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. അതിൻ്റെ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ ഓഫ് ഇൻഫൻറ്റ് ഡെത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻറ്റു 1000. അപ്പോൾ അങ്ങനെയാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ദ മെറ്റേണൽ ഡെത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ദ ലൈവ് ബർത്ത് ഇൻറ്റു 1,00,000. സെക്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ദ ഫീമെയിൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ദ മെയിൽ ഇൻറ്റു 1000. ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു നമ്പർ ഓഫ് ന്യൂ കേസസ് ആണെന്ന്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ദ ന്യൂ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻറ്റു 1000. പ്രിവലൻസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഓൾ പ്ലസ് ന്യൂ കേസസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫോർമുല നമ്പർ ഓഫ് ന്യൂ കേസസ് പ്ലസ് ഓൾഡ് കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 100. ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രിവലൻസ് ഒരു പ്രൊപ്പോർഷനാണ്. കാരണം അതിൻ്റെ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കേസ് ഫേറ്റാലിറ്റി റേറ്റ്. അതെന്ന് പറഞ്ഞാൽ ഒരു ഡിസീസിൻ്റെ കില്ലിംഗ് പവർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേസ് ഫേറ്റാലിറ്റി റേറ്റ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസസ് ഇൻറ്റു 100. അതേപോലെ തന്നെ റിലേറ്റീവ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇൻസിഡൻസ് എമംഗ് ദ എക്സ്പോസ്ഡ് ഡിവൈഡഡ് ബൈ ഇൻസിഡൻസ് എമംഗ് ദ നോൺ എക്സ്പോസ്ഡ്. ഇതിനെയാണ് നമ്മൾ റിലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയുന്നത്.
ആദ്യം തന്നെ അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ കോൺസെൻഷ്യസ്, എക്സ്പ്ലിസിറ്റ് ആൻഡ് ജുഡീഷ്യസ് യൂസ് ഓഫ് കറണ്ട് ബെസ്റ്റ് എവിഡൻസ് ഇൻ മേക്കിംഗ് ഡിസിഷൻസ് അബൌട്ട് ദ കെയർ ഓഫ് ഇൻഡിവിജ്വൽ പേഷ്യൻസ്. ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് ദ ക്ലിനിക്കൽ പ്രാക്ടീസ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് എ മെറ്റാ അനാലിസിസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കണം. എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേഷ്യൻസിന് അഥവാ ഇൻഡിവിജ്വൽ പേഷ്യൻസിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കെയർ കൊടുക്കുക, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെഡിസിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഡിസിഷൻ എടുക്കാൻ കഴിയുക. അത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് വാല്യൂസ്, അതായത് പേഷ്യൻറ്റിന് എന്താണ് വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ വരുന്നത് ക്ലിനിക്കൽ എക്സ്പേർട്ടൈസ്, ക്ലിനീഷ്യന് എത്രമാത്രം നോളജ് ഉണ്ട്, അതൊരു ഫാക്ടറാണ്, ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ ബെസ്റ്റ് റിസർച്ച് എവിഡൻസ്, അതായത് റിസർച്ചിൽ കൂടെ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻസ് ഏതൊക്കെയാണ്. ഈ കാര്യങ്ങളെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഇൻഡിവിജ്വൽ പേഷ്യൻസിന് കൊടുക്കുക, അതാണ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സെയിം പ്രൊസീജിയറാണ് മെറ്റാ അനാലിസിസിൽ വരുന്നത്. അതുകൊണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മെറ്റാ അനാലിസിസ് ആണ്. മെറ്റാ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോമൺ റിസർച്ച് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടക്ട് ചെയ്ത മൾട്ടിപ്പിൾ സ്റ്റഡീസിൻ്റെ റിസൾട്ടിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമ്മളൊരു കോമൺ കൺക്ലൂഷനിലേക്ക് എത്തുന്നു. അതുപയോഗിച്ചുകൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഇൻഡിവിജ്വൽ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അതാണ് മെറ്റാ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എവിഡൻസ് ബേസ്ഡ് മെഡിസിനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് മെറ്റാ അനാലിസിസ്.